ഹലോ, നമ്മളൊരു NRI അക്കൗണ്ട് തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് പറഞ്ഞു പോകാം. ആദ്യത്തെ കാര്യം, നിങ്ങളൊരു NRI അക്കൗണ്ട് തുടങ്ങുമ്പോൾ പ്രവാസികളെല്ലാവരും നമ്മുടെ നോമിനിയെ അതിൽ വ്യക്തമായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. രണ്ടാമത്തെ കാര്യം, നമ്മൾ NRI അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മളുള്ള രാജ്യത്തു നിന്നായിരിക്കും, ഗൾഫിൽ നിന്നായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഫോമൊക്കെ ഫില്ലപ്പ് ചെയ്യുന്ന സമയത്ത് ഏജൻറ്റ് നമ്മളുടെ ഏരിയത്തേക്ക് ഫോം കൊണ്ടുവരും, നമ്മൾ പെട്ടെന്ന് ഫില്ലപ്പ് ചെയ്ത് പോകും, സിഗ്നേച്ചറും അത്തരത്തിലൊക്കെ ആയിരിക്കും ഇടുക. അപ്പോൾ ഈ സിഗ്നേച്ചറിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇതേ സിഗ്നേച്ചർ തന്നെയാണ് ഇവർ സ്കാൻ ചെയ്ത് സിസ്റ്റത്തിലേക്ക് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഈ NRI അക്കൗണ്ടിനെ ബേസ് ചെയ്ത് നമ്മൾക്കൊരു ചെക്ക് ബുക്ക് കിട്ടും. ഇനി എന്തെങ്കിലും ഒരാവശ്യത്തിന് നമ്മൾ ഈ ചെക്ക് ബുക്ക് എവിടെയെങ്കിലും പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ നമ്മളൊരു സിഗ്നേച്ചർ ഇട്ട് കൊടുക്കും. സ്വാഭാവികമായിട്ട് നമ്മളുടെ മുമ്പ് ആപ്ലിക്കേഷൻ ഫോമിൽ നമ്മൾ സൈൻ ചെയ്ത് കൊടുത്ത സിഗ്നേച്ചറും ഇതിലെ സിഗ്നേച്ചറും പല ടൈമിലും മാച്ച് ആവാതെ വരും, ചെക്ക് റിട്ടേൺ ആവും, സിഗ്നേച്ചർ മിസ്മാച്ചിങ് കാണിക്കും. ഇത് എനിക്ക് വ്യക്തിപരമായിട്ട് അനുഭവമുണ്ട്. അതുകൊണ്ട് സിഗ്നേച്ചർ ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുത്തിട്ടായാലും വേണ്ടില്ല, നല്ലൊരു സ്ഥലത്ത് വെച്ച് നല്ല വൃത്തിയായിട്ട് ചെയ്യുക. ഇനി മറ്റൊരു കാര്യം, നമ്മൾ NRI അക്കൗണ്ട് തുടങ്ങാൻ കൊടുക്കുമ്പോൾ നമ്മളുടെ ഖത്തർ ID, ഇക്കാമ അല്ലെങ്കിൽ എമിറേറ്റ്സ് ID ഒക്കെ കൊടുത്തിട്ടായിരിക്കും നമ്മൾ തുടങ്ങുക. നമ്മൾ പ്രൂഫായിട്ട് കൊടുക്കുക. ചിലപ്പോൾ ഒരു മാസം എക്സ്പയറി ഉള്ളപ്പോൾ ആയിരിക്കും നമ്മൾ കൊടുത്തിട്ടുണ്ടാവുക. പക്ഷേ അത് അവർ അക്സെപ്റ്റ് ചെയ്യും, കാരണം എക്സ്പയറി ആവാൻ ഒരു മാസം കൂടെ ഉണ്ടല്ലോ. പക്ഷേ നമ്മൾ അക്കൗണ്ട് തുടങ്ങി 2 മാസം കഴിയുമ്പോൾ നമ്മൾക്ക് ഇമെയിൽ വരും, നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ കാലാനുസൃതമായിട്ട് നമ്മളുടെ ID റിന്യൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പാസ്പോർട്ട് ഡീറ്റെയിൽ അപ്ഡേറ്റ് ആകുമ്പോൾ അതെല്ലാം കൊടുത്ത് KYC നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ഈ KYC വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പലതിലേക്കും നമുക്ക് ആക്സസബിൾ ആണ്. നമ്മളുടെ പല ഇൻവെസ്റ്റ്മെൻറ്റും പല കാര്യങ്ങളും നമ്മളുടെ KYC നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. പിന്നെ NRI അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്ന ഡെബിറ്റ് കാർഡുകൾ, ആ ഡെബിറ്റ് കാർഡിനെ ചുറ്റിപ്പറ്റിയുള്ള ഓഫറിനെ പറ്റി വ്യക്തമായിട്ട് നമ്മൾ ഏജൻറ്റിനോട് ചോദിച്ച് മനസ്സിലായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു എയർപോർട്ട് ലോഞ്ചിൽ പോകും, കാർഡ് കൊടുക്കും, ഇത് വർക്ക് ചെയ്യില്ല, അവർ പറയും ഈ ഓഫർ കട്ടായി പോയി. അപ്പോൾ ബാങ്കിൽ നമ്മൾ ബന്ധപ്പെട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. പിന്നെ നമ്മുടെ NRI അക്കൗണ്ടിന് എത്രയൊക്കെ ചാർജസ് ഉണ്ട്, എന്താണ് മിനിമം ബാലൻസ് എന്നൊക്കെ നമുക്കൊരു ബോധ്യം വേണം. അതിനനുസരിച്ചുള്ള NRI അക്കൗണ്ട് മാത്രമേ നമ്മൾ എടുക്കേണ്ടതുള്ളൂ. പിന്നെ വീടിനടുത്ത് ബ്രാഞ്ചുള്ള ഒരു NRI അക്കൗണ്ട് എടുത്താൽ അത് കുറച്ചും കൂടെ കാര്യക്ഷമമായിട്ട് നമ്മൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.